പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളെല്ലാവരും കാണാൻ തീരുമാനിച്ചത് ആദ്യം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം നോർക്ക റൂട്ട്സ് പ്രവാസികൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി, ആ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ട് പദ്ധതികളായിരുന്നു. ഒന്ന് നോർക്ക കെയറും നോർക്ക കെയർ പ്ലസും. നോർക്ക കെയർ 2025 തന്നെ ലോഞ്ച് ചെയ്തതാണ്. അതുകൂടാതെ നോർക്ക കെയർ പ്ലസ് കൂടുതൽ സ്ലാബുകൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ്. സോ ഇത് ഓൾറെഡി 2026 നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറേ പ്രവാസികൾ അതിനകത്ത് എൻറോൾ ചെയ്തിരുന്നെങ്കിലും വീണ്ടും അത് റീഓപ്പൺ ചെയ്യണം, ആ പോർട്ടലിൽ റീഓപ്പൺ ചെയ്യുന്നതായിട്ട് പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം അപേക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഗണിച്ച ഉടൻ തന്നെ അതിനകത്തൊരു നടപടി സ്വീകരിക്കാനൊരു നിർദ്ദേശം നോർക്ക റൂട്ട്സിന് തരികയും അതിനെ തുടർന്നാണ് ഈ വരുന്ന ഓഗസ്റ്റ് 18 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും നോർക്ക കെയർ പ്ലസിൻ്റെ പോർട്ടൽ ഒരു റീഓപ്പണിംഗ് അതിൻ്റെ ഒരു ലോഞ്ച് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. സോ ഈ വരുന്ന ഓഗസ്റ്റ് 18 മുതൽ ഒരു മാസക്കാലം കൂടി പ്രവാസികൾക്ക് ഇതിനകത്ത് എൻറോൾ ചെയ്യാനുള്ള അവസരമുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിനകത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ വിഷ്വൽ ആസ് വെൽ ആസ് പ്രിൻറ്റ് മീഡിയ ആണ്. അപ്പോൾ അത് പ്രവാസ ലോകത്തെ നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ അപകട ചികിത്സ ഇൻഷുറൻസ് പദ്ധതി അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്താൻ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് എൻറോൾ ചെയ്ത് ഇതിൻ്റെ ആനുകൂല്യങ്ങളിലേക്ക് എത്താൻ മാധ്യമപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അത് വരും ദിനങ്ങളിൽ പരസ്യങ്ങളിലൂടെയും മറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുമിത്രാദികൾ ഇതുപോലെ പ്രവാസ ലോകത്തുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കും ഈ നോർക്ക കെയർ പ്ലസിൻ്റെ ഈ പദ്ധതിയുടെ ഗുണം, അതിൽ എൻറോൾ ചെയ്താൽ കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ജനറൽ മാനേജർ പറയും. എല്ലാവർക്കും നമസ്കാരം. നോർക്ക കെയർ പ്ലസ് പദ്ധതി നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മുടെ ഇലക്ഷൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്നതിന് ശേഷം നമുക്കതിന് വേണ്ട പ്രചാരണം നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ അവസരങ്ങൾ, ഇത് ചേരാനുള്ള അവസരം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പുതിയ സർക്കാർ വന്നതിന് ശേഷം ആദ്യം തന്നെ ഇത് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പം ഈ പദ്ധതി ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് സ്കീമാണ്. നോർക്ക കെയർ പ്ലസ്, നോർക്ക റൂട്ട്സും അതുപോലെ ഇതിനകത്ത് ഇൻഷുറൻസ് പാർട്ട്ണർ എന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ പ്രീമിയമാണ് ഇതിനകത്തുള്ളത്. ഇൻഡിവിജ്വൽസിന് നമ്മൾ കുറഞ്ഞ പ്രീമിയം, ഇപ്പം ഇപ്രാവശ്യം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷം ഫുള്ള് കവറേജ് കിട്ടത്തില്ല. കാരണം അടുത്ത ഏപ്രിൽ 12 വരെയാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കവറേജ് ഉള്ളത്. അപ്പം സെൽഫ് ആയിട്ടുള്ള ഒരാൾക്ക് 5500 രൂപ മാത്രമാണ് പ്രീമിയം വരുന്നത്. ഫാമിലി സെൽഫും ഫാമിലി വൈഫ് ഹസ്ബൻഡ് 2 കുട്ടികൾ അടങ്ങുന്ന ഫാമിലിക്ക് 9039 രൂപയാണ് ബേസിക്. 5 ലക്ഷം രൂപ സം ഇൻഷുർഡ് ആയിട്ടുള്ള പ്രീമിയം. അത് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഇതിനകത്ത് സം ഇൻഷുർഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രീമിയത്തിൻ്റെ റേറ്റ് വേരി ചെയ്യും. അപ്പം മറ്റ് മാർക്കറ്റിലുള്ള മറ്റ് കോംപ്രിഹെൻസീവ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമുകളെ അപേക്ഷിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയോജനകരമായിട്ടുള്ളതും പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു സ്കീമാണ് നോർക്ക കെയർ പ്ലസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെല്ലാം തന്നെ ഇതിനകത്ത് ചേരാൻ വളരെയധികം താല്പര്യരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഹോസ്പിറ്റൽ ഇപ്പം നിലവിൽ 688ഓളം ഹോസ്പിറ്റലുകൾ കേരളത്തിൽ കവേർഡാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ 24,000-ഓളം ഹോസ്പിറ്റലുകളിൽ ഇതിനകത്ത് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എല്ലാം തന്നെ കവേർഡാണ്. ജോയിൻ ചെയ്യുന്ന അടുത്ത ദിവസം അല്ല, ഒരു മാസത്തെ പീരീഡ് ഉണ്ട്. ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ നിലവിലുള്ള രോഗത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ വിശദാംശങ്ങളോ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ രോഗങ്ങളും ഇതിനകത്ത് കവേർഡായിരിക്കും.
എക്സെപ്റ്റ് സർട്ടൻ പ്രഗ്നൻസി റിലേറ്റഡ് അതുപോലെയുള്ള ചുരുക്കം ചില അത് മറ്റ് ഇൻഷുറൻസിനകത്തൊക്കെ കവേർഡ് അല്ലാത്തുള്ള നോർമൽ കേസുകളിലെല്ലാം കവേർഡ് ആയിട്ടാണ് മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെയുള്ള എക്സെപ്ഷൻ ഇതല്ലാതെ എല്ലാ രോഗങ്ങളും കവേർഡ് ആയിട്ടുള്ള ഒരു സ്കീമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ഭാഗത്തു നിന്നും അങ്ങേയറ്റം സ്വീകാര്യത ഇതിനകത്ത് ലഭിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് കഴിഞ്ഞ ഈ 31/7/2026 വരെ നമ്മുടെ കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം 32,034 ക്ലെയിം ഉള്ളതിൽ 31,660 ക്ലെയിമും നമ്മൾ സെറ്റിൽ ചെയ്തു. റിജക്റ്റ് ചെയ്ത ക്ലെയിം വെറും 374 ക്ലെയിം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് നമ്മുടെ ഇൻഷുറൻസ് സ്കീമുകളുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും പെർസെൻറ്റേജ് ക്ലെയിം സെറ്റിൽഡ് പെർസെൻറ്റേജ് 99.38 അത്രയും സെറ്റിൽമെൻറ്റ് പെർസെൻറ്റേജ് നമുക്കുണ്ട്. 227 കോടി രൂപയോളം നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇതിൻ്റെ പേഷ്യൻസിന് നമ്മൾ റീഇംബേഴ്സ്മെൻ്റ് സെറ്റിൽമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് 227 കോടി കൊടുത്തതിൽ 1,42 ലക്ഷം രൂപയുടെ ക്ലെയിം മാത്രമേ റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് ആക്ച്വൽ കണക്കാണ് നമ്മുടെ ഡേറ്റ പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അങ്ങേയറ്റം പോസിറ്റീവായ രീതിയിൽ ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഇതിൻ്റെ ഉപഭോക്താക്കളുടെ അടുത്തേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹകരണം എല്ലാവരുടെയും വേണം. കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയോ മറ്റു കാര്യങ്ങളോ അല്ല റിയലിസ്റ്റിക് ആയിട്ട് വരുവാണെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ബെനിഫിഷ്യറീസ് നമുക്കുണ്ട്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഈ ബ്രോഷേഴ്സ് നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തുള്ള വിവരങ്ങൾ കൂടി പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ഈ ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസും കവർ ചെയ്യുന്നതാണ്. 80 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് കവറേജ് കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാർഡ് ഹോൾഡറുടെയോ അല്ലെങ്കിൽ സ്പൗസിൻ്റെയോ പാരൻസിനെ കൂടി ഈ കവറിൽ കൊണ്ടുവരാൻ പറ്റും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇതെല്ലാം നോർമലി കാണുന്ന ഈ അപകട ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ ഇത് പ്രവാസ ലോകത്ത് കഴിയുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഈ പദ്ധതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു മാസ കാലയളവിൽ എൻറോൾമെൻറ്റിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഇതിനകത്തൊരു മാക്സിമം കവറേജ് ഈ ഒരു പദ്ധതിക്ക് കിട്ടണം. അത് ഉദ്ദേശിച്ചാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരുന്നത്. അപ്പോൾ ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദിച്ച് അത് അവസാനിപ്പിക്കാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബ്രോഷറിലുണ്ടാവും. അതെ, ഈ കാരണങ്ങൾ പലതാണ്. കാര്യം ഇതിനകത്ത് ഈ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ വരുമ്പം ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടാവും. സോ ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിൻ്റെ ഡെപ്തിലേക്ക് ഞാൻ പോയിട്ടില്ല. എന്നാലും ഈ റിജക്റ്റ് ചെയ്ത ക്ലെയിംസ് ഭൂരിഭാഗവും ഒന്നുകിൽ ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ അതിൻ്റെ റിജക്ഷനിലേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ റേറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം. അതായത് നമ്മൾ നമ്പർ ഓഫ് ഈ കമ്പനി ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നമ്മൾ ഈ ബെനിഫിഷ്യറീസിന് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 227 crore 227 കോടി. അതിന് അഗൈൻസ്റ്റ് ആയിട്ട് റിജക്റ്റഡ് ക്ലെയിം 1.42 മാത്രമാണ്. അത് പലപ്പോഴും നമ്മൾ നോക്കുന്നത് സാധാരണഗതിയിൽ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ റിജക്ഷൻ റേറ്റ് കൂട്ടാനാണ് നോക്കുന്നത്. ബിക്കോസ് ദേ വോണ്ട് ദെയർ ഓൺ ഷെയർ ഓഫ്. അപ്പോൾ അത് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം ക്ലെയിമുകളും റിജക്ഷനിലേക്ക് പോയിരിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ പോയിട്ടുള്ളതോ ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഈ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഫ്രെയിം വർക്കിനകത്ത് വന്നിട്ട് മനഃപൂർവ്വം ഒരു റിജക്ഷനോ അല്ലെങ്കിൽ കമ്പനി അവർക്കൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിജക്ഷനോ ആ രീതിയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ റേറ്റ് 99.38 ആണ് ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് റേറ്റ്. അത് ഒരു വലിയൊരു റേറ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ അത് 100ലേക്ക് പോയാലും തെറ്റില്ല. ആ രീതിയിൽ തന്നെ വളരെ ചുരുക്കം റിജക്ഷൻസ് ഈ രീതിയിലാണ് പോയിരിക്കുന്നത്. റിജക്ഷൻ വരാനുള്ളൊരു മറ്റൊരു പ്രധാന കാരണം പലരും നമ്മളൊരു അപ്ലൈ ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് ചെക്കോ അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയോ മറ്റോ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. പിന്നീട് ഈ ഇതിൻ്റെ ക്ലെയിം വരുമ്പോൾ മാത്രമാണ് ഈ മറ്റ് ചെക്കിങ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ലീഗലി എൻറ്റൈറ്റിൽഡ് ആയിരിക്കില്ല അവരുടെ ക്ലെയിം. കാരണം ഇവർ ഒരിക്കലും റിജക്റ്റ് ചെയ്ത ഒരു ക്ലെയിമും നമ്മൾ റീകൺസിഡർ ചെയ്തപ്പോഴും അവരുടെ ആസ് പെർ റൂള് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ളതല്ലായിരുന്നു. അപ്പം നമ്മൾ 2 or 3 തവണ ഇത്തരം ആപ്ലിക്കേഷൻ വന്നാലും എസ്കലേഷൻസ് ഉണ്ടായാലും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അവർക്ക് കഴിയുന്നത് നോർക്കയുടെ സൈഡിൽ നിന്ന് നമ്മൾ മാക്സിമം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആസ് പെർ റൂൾ അവർക്ക് എലിജിബിൾ അല്ലാത്ത കേസുകൾ മാത്രമേ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ.